ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നേ. പക്ഷേങ്കിൽ ഞാൻ പുറത്തേക്കൊന്നും പോയില്ല. കാരണം ഇപ്പോൾ നല്ല ചൂടാണ്, സമ്മർ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അബുദാബിയിൽ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ പുറത്ത് പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളതേ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിച്ച ആദ്യമേ തന്നെ ചാടി ഇറങ്ങിയിട്ടോ. അവൾക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നടന്നു പോകാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. വാക്കബിൾ ഡിസ്റ്റൻസിൽ എല്ലാത്തരം റെസ്റ്റോറൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടേക്കൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഇന്ന് പോകുന്നത് ബേപ്പൂർ ബോട്ട് ഹൗസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ്. ഇത് നമ്മുടെ മദീന സെയ്ദ് മാളിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ മദീന സെയ്ദ് മാളിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചൂട് കുറവുണ്ട്. ചൂടിനേക്കാൾ ഇവിടെ കൂടുതൽ ഹ്യൂമിഡിറ്റിയാണ്. ആ ഒരു ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വന്ന് ഫീൽ ചെയ്യണം. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലും ചൂടുണ്ട്, ആ സെയിം ചൂട് തന്നെയായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇവിടുത്തെ ചൂട് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ചൂടാണ്. നമ്മളിങ്ങനെ തീക്കനലിൻ്റെ അടുത്തൂടെ ഒക്കെ നടന്നു പോയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. ഇപ്പം അതില്ല, തുടങ്ങിയിട്ടില്ല. പക്ഷെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ഈ നൈറ്റ് ടൈമിലും ഡേ ടൈമിലും ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇറങ്ങിപ്പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കേരളത്തിലെ എല്ലാ സ്റ്റൈലിലുള്ള ഫുഡുകളും നമ്മുടെ അബുദാബിയിൽ അവൈലബിൾ ആണ്. അതും റീസണബിൾ പ്രൈസിൽ. അതുകൂടാതെ തന്നെ നമ്മുടെ വിവിധ കൺട്രീസിലെ ഫുഡ്, അറബിക് ഫുഡുണ്ട്, ചൈനീസ് സ്റ്റൈലുണ്ട്, ഇറ്റാലിയൻ സ്റ്റൈലുണ്ട്. ഇനി ഏത് കൺട്രിയുടെ ഫുഡ് വേണം, എല്ലാ കൺട്രിയുടെ ഫുഡും നമ്മുടെ ഈ UAE അവൈലബിൾ ആണ്. ഇത് ആ കാണുന്നതാണ് കേട്ടോ ബേപ്പൂർ ബോട്ട് ഹൗസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് സംഗീത റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇത് അവരുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിൽ തുടങ്ങിയ റെസ്റ്റോറൻ്റാണ് ബേപ്പൂർ ബോട്ട് ഹൗസ്. കോഴിക്കോട് സ്റ്റൈലാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ അതേ ഫ്രണ്ടിൽ മാമുക്കോയുടെ ഒക്കെ കാരിക്കേച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇൻസൈഡിൽ കയറി. അപ്പോൾ നമുക്ക് താഴെയും സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, മേളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ മേളിലേക്ക് കയറി പോകാം കേട്ടോ. അവിടെ ചെന്ന് കയറുന്നിടത്ത് തന്നെ ഒരു ചെറിയൊരു ബോട്ട് പോലെ ഒരു സ്ട്രക്ചറും മാമുക്കോയുടെ ഒരു കാരിക്കേച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ബോട്ടിനുള്ളിൽ അവർ നമ്മുടെ ഒറിജിനൽ ഫിഷസ് ആട്ടോ വെക്കുക. എന്നിട്ട് നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഗ്രില്ല് ചെയ്തുകൊണ്ട് വരും. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത് ഉണ്ടായില്ല. നിച്ചുവിന് മെനു ബുക്ക് കൊടുത്തിട്ട് അവിടെ ടേബിളിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ അതിൽ ഓരോ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒക്കെ ഇങ്ങനെ ഓരോന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബേൽപൂരി, പാനിപൂരി അങ്ങനത്തെ ഐറ്റംസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നല്ല കസ്റ്റമർ സർവീസാണ്, സ്റ്റാഫ്സൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും ഞങ്ങൾ ചെന്ന ടൈമിലുള്ളായിരുന്ന എല്ലാവരും തന്നെ മലയാളീസ് ആയിരുന്നു കേട്ടോ. ടേബിളിൽ ഇരിക്കുന്ന എല്ലാ സാധനവും നിച്ചിന് വേണം. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ അവളെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെനു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിലെ കുറച്ച് പടങ്ങളൊക്കെ കണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവളെ കുറച്ച് നേരമൊക്കെ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റും. പിന്നെ വെൽക്കം ഡ്രിങ്ക് വന്നപ്പം അത് ഞാൻ കുറച്ച് കൊടുത്തു നോക്കി. പക്ഷേങ്കിൽ അവൾ കുടിച്ചില്ല. അതിന് കുറച്ച് പുളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലത്തെ മറ്റേ പിങ്ക് കളറുള്ള വാട്ടർ ഉണ്ടല്ലോ, അത് ഹോട്ട് വാട്ടറൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സാലഡാണ് വന്നത്, കുക്കുംബർ, ക്യാരറ്റ്, ലെറ്റ്യൂസ് ലീഫൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിച്ചുവിന് കുക്കുംബറും ക്യാരറ്റൊക്കെ ചെറുതായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് അവൾ കഴിക്കില്ലായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് കഴിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം ഹോട്ടൽ ഫുഡ് ഇത്ര ചെറുപ്പത്തിലേ അവൾക്ക് കൊടുത്ത് പഠിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എവിടെ പോയി ഫുഡ് കഴിച്ചാലും അതിന് മുൻപ് നിച്ചുവിന് ആവശ്യത്തിന് ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടായിരിക്കും കേട്ടോ ഇറങ്ങുന്നത്. ഇതവളുടെ മെയിൻ ഫുഡ് അല്ല. ഇത് അവൾ വെറുതെ ഇങ്ങനെ സൈഡിൽ നിന്ന് വെറുതെ കുറയ്ക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്ത ഡ്രാഗൺ ചിക്കൻ ആണ്. അതിനുശേഷം നമ്മുടെ അപ്പവും പിന്നെ പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. അപ്പമാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. പിന്നെ ഓരോ അപ്പത്തിൻ്റെ ഇടയിൽ അവരിങ്ങനെ വാഴയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പനീർ കറി ആണെങ്കിൽ നമ്മൾ കോക്കനട്ട് മിൽക്കിൽ
ശരിക്കും ഇത് കോക്കനട്ട് മിൽക്കാണ്. നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. കോക്കനട്ട് ക്രീം അല്ല. സാധാരണ ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ കോക്കനട്ട് ക്രീം അവർ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഇത് ഒറിജിനൽ കോക്കനട്ട് മിൽക്കാണ്. നമുക്ക് ആ വ്യത്യാസം കഴിക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. പിന്നെ പനീരൊക്കെ നല്ല സോഫ്റ്റ് ആണ്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പവും പനീർ മസാലയും കൂടി കഴിക്കുന്നത്. മിച്ചുവിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ അവിടെ പിടിച്ചിരുത്തണമല്ലോ, അല്ലെങ്കിൽ അവൾ അതുവഴി എല്ലാം ഓടി നടക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ്, എവിടെ റെസ്റ്റോറൻറ്റ് പോയാലും അവൾക്ക് വേണ്ടി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്യും. അതിങ്ങനെ പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ട് അവൾ അവിടെ ഇരുന്നോളും ഞങ്ങളുടെ കൂടെ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 ചായയാണ്. ചായ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. നമ്മുടെ നാട്ടിലെ സോങ് ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫാമിലീസാണ് എല്ലാവരും വരുന്നത്. അപ്പം നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇതുണ്ടോ KSRTCയുടെ ഒക്കെ പിക്ചേഴ്സൊക്കെ അവരിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഓർമ്മ തരുന്ന ഒരു പിക്ചേഴ്സൊക്കെയാണ് കേട്ടോ അവരുടെ വോളിലൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. നമ്മുടെ നാടിനെയൊക്കെ മിസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിൽ ഒരു മികച്ച റെസ്റ്റോറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു വോളാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ നല്ല നല്ല ഫീഡ്ബാക്ക് ഒക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു വോളാണിത്. ഇങ്ങനെ എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങൾ അബുദാബിയിലുണ്ടെങ്കിൽ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലും നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സും നമ്മുടെ അബുദാബിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാടിനെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മിസ്സാവുന്നത് നമ്മുടെ നാട്ടിലെ ഫുഡാണ്. ആ ഫുഡ്സൊക്കെ നമുക്കിവിടെ ഈസി അവൈലബിൾ ആയിട്ടുണ്ട്. അതും റീസണബിൾ പ്രൈസിൽ, നല്ല അറ്റ്മോസ്ഫിയറിൽ, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലായിടവും. അങ്ങനെ നമ്മൾ തിരിച്ച് അതേ ഫ്ലാറ്റിലെത്തിയേക്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് ഇടുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.